السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ തഖ്വയുള്ളവരായി ജീവിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരോടും ദീനിൻ്റെ പേരിൽ ഉണർത്തുകയും വസിയ്യത്ത് ചെയ്യുകയുമാണ്. നമ്മൾ ഇനി മുതൽ ഈ നോമ്പുതുറ ടെൻറ്റിലെ പ്രഭാഷണം ഏറ്റവും ഉത്തമമായ മഹത്തായ ചരിതമായ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രമാണ് ഇവിടെ നമ്മൾ തുടർ ക്ലാസ്സുകളിൽ അവതരിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും നല്ല വിഷയമാണ്. തിരുചര്യയോളം വിശിഷ്ടമായ ഒരു മനുഷ്യചരിത്രം വേറെയില്ല എന്നുള്ളത് കട്ടായമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ യഥാവിധം അറിഞ്ഞു മനസ്സിലാക്കൽ വിശ്വാസിയുടെ മേൽ ബാധ്യതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് ഓരോ ഭാഗങ്ങൾ ഓരോ ദിവസവും ഇൻഷാ അല്ലാഹ് ഇവിടെ നമ്മൾ മനസ്സിലാക്കും ഇൻഷാ അല്ലാഹ്. ആദ്യത്തെ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നസബ്, കുടുംബ പരമ്പരയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറ്റവും നല്ല കുടുംബത്തിൽ നിന്നാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അത് അള്ളാഹുവിൻ്റെ ഒരു ചര്യയാണ്. സുന്നത്തുല്ലാഹി ഫില്ലദീന ഖലൗ മിൻ ഖബൽ വലൻ തജിദ ലിസുന്നത്തില്ലാഹി തബ്ദീല. അള്ളാഹുവിൻ്റെ ചര്യ ചിലത് ഈ ഭൂമിക്കുപരിയിലുണ്ട്. ആ ചര്യയിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. അള്ളാഹു തൻ്റെ ഈ ചര്യ ലോകരിൽ പ്രയോഗിച്ചിട്ടുണ്ട്. അതിലൊരു ചര്യയാണ് ഇഖ്തിയാറിൻ്റെയും ഇസ്തിഫായിൻ്റെയും ചര്യ എന്ന് പറഞ്ഞാൽ വറബ്ബുക യഖ്ലുഖു മാ യശാഉ വയഖ്താർ. നിന്റെ റബ്ബ് അവൻ ഉദ്ദേശിക്കുന്നത് സൃഷ്ടിക്കുകയും അവൻ ഉദ്ദേശിക്കുന്നത് തിരഞ്ഞെടുക്കുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വതആല അവന് സൃഷ്ടിക്കുന്നു, അവൻ തിരഞ്ഞെടുക്കുന്നു. നബിമാരെ അല്ലാഹു സുബ്ഹാനഹു വതആല പ്രത്യേകം തിരഞ്ഞെടുത്തിട്ടുണ്ട്. 1,24,000 നബിമാർ മനുഷ്യകുലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു. ആ 1,24,000 നബിമാരിൽ നിന്ന് 314 മുർസലീങ്ങൾ അള്ളാഹു പ്രത്യേകം തിരഞ്ഞെടുത്തു. 314 മുർസലീങ്ങളിൽ നിന്ന് അള്ളാഹു ഉലുൽ അസ്ം എന്ന സ്ഥാനമുള്ള 5 നബിമാരെ മുർസലീങ്ങളെ പ്രത്യേകം തിരഞ്ഞെടുത്തു. ആ ഉലുൽ അസ്ം നൂഹ്, ഇബ്രാഹിം, മൂസ, ഈസ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇങ്ങനെ 5 പേരാണ്. ഈ ഉലുൽ അസ്മിൽ നിന്നും അംബിയാ മുർസലീങ്ങളിൽ നിന്നും മുഴുവൻ സൃഷ്ടികളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖാതമുൻ നബിയീൻ, നബിമാരിൽ അവസാനത്തെ കണ്ണിയായി, അഫ്ളലുൽ ബഷർ, മനുഷ്യരിൽ ഏറ്റവും ഉത്കൃഷ്ടനായി തെരഞ്ഞെടുത്തു.
അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്നത് പടക്കുന്നു, അവൻ ഉദ്ദേശിക്കുന്നത് തിരഞ്ഞെടുക്കുന്നു. ഇത് അള്ളാഹുവിന്റെ സുന്നത്താണ്. ആ സുന്നത്തിലൊരു മാറ്റമല്ല. നബി സല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്മായിലിന്റെ സന്താന പരമ്പരയിൽ, കിനാനത്തിന്റെ സന്താന പരമ്പരയിൽ, ബനൂ ഹാഷിമിന്റെ സന്താന പരമ്പരയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രത്യേകം തെരഞ്ഞെടുത്തു. ഇസ്മായിലിന്റെ സന്താന പരമ്പരക്ക് ആദം സന്തതികളിൽ ഒരു മഹത്തുണ്ട്. അതിൽ കിനാനത്തിന്റെ സന്താന പരമ്പരക്ക് പ്രത്യേകിച്ച്, അതിൽ വീണ്ടും ബനൂ ഹാഷിം തെരഞ്ഞെടുക്കപ്പെട്ടു. ബനൂ ഹാഷിമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകം തെരഞ്ഞെടുത്തു. നബിയെ ഹാഷിമി എന്നാണ് പറയാറുള്ളത്. സലാത്തും സലാമുൻ ഹുമാ സർമദ അലാ സയ്യിദിൽ ഹാഷിമിയിൽ കരീം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സയ്യിദാണ്, ഹാഷിമിയാണ്. അത് ബനൂ ഹാഷിമിലേക്കുള്ള നിസ്ബയാണ്. അറബികൾ മൂന്നായി വിഭജിക്കപ്പെട്ടിട്ടുണ്ട് ചരിത്രത്തിൽ. ഒന്ന് അറബ് ബാഇദ, മറ്റൊന്ന് അറബ് ആരിബ, പിന്നെ അറബ് മുസ്താരിബ. അറബ് ബാഇദ എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ നാമാവശേഷമായ അറബികളാണ്. ആദ്, സമൂദ്, ജുർഹും ഗോത്രങ്ങൾ അതിലുദാഹരണമാണ്. അറബ് ആരിബ എന്ന് പറഞ്ഞാൽ അവർ യാറബ് ബിൻ കഹ്താന്റെ സന്താന പരമ്പരക്കാരാണ്. അവർ ഒറിജിനൽ അറബികളാണ്. അവർക്കാണ് കഹ്താനികൾ എന്ന് പറയാം. അവരാണ് അറബ് ആരിബ. യഥാർത്ഥ അറബി അവരാണ്. അവർ കഹ്താനികളാണ്. അവർക്ക് അഹ്ലുൽ ജുനൂബ് എന്ന് പറയും. ജുനൂബികൾ കഹ്താനികളാണ്. എന്നാൽ മൂന്നാമത്തെ വിഭാഗം അവർ അറബ് മുസ്താരിബയാണ്. അറബ് മുസ്താരിബ എന്ന് പറഞ്ഞാൽ അറൂബ സ്വീകരിച്ചവരാണ്. അവർ യഥാർത്ഥത്തിൽ അറബികളല്ല. പ്രത്യേക അവർ അറബ് ഭാഷയും അറബിയത്തും സ്വീകരിച്ചവരാണ്. അവരാണ് അദ്നാനികൾ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അറബ് മുസ്താരിബയാണ്. ഇബ്രാഹിം നബി അറബിയല്ല. പ്രത്യുത ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അറൂബത്ത് സ്വീകരിച്ച അറബിയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സന്താനമാണ് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം. ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയും അറബ് മുസ്താരിബയാണ്, അറൂബ സ്വീകരിച്ച വ്യക്തിയാണ്. അദ്ദേഹം അദ്നാനിയാണ്. അദ്നാനികൾ അഹ്ലുൽ ഷിമാലും വടക്കന്മാരും, കഹ്താനികൾ അഹ്ലുൽ ജുനൂബ് തെക്കന്മാരുമാണ്. വടക്കെന്ന് പറയുമ്പോൾ ഇന്നത്തെ സൗദി അറേബ്യന്റെ വടക്കുള്ള അറാറ്, ഇറാഖിന്റെ അതിർത്തി അതല്ല. വടക്കന്മാരുടെ അതിർത്തി മക്കയാണ്. അപ്പൊ അഹ്ലുൽ ഷിമാലിന്റെ തലസ്ഥാനം മക്കയാണ്. കാരണം മക്കയിലാണ് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങിപ്പാർത്തത്. അപ്പൊ അറബ് മുസ്താരിബ അവർ അറബികളല്ല, അവർ അറബിയത്ത് സ്വീകരിച്ചവരാണ്. ഈ അറബികൾ അവരുടെ പിതൃത്വം അവർ ചേർക്കുന്നത് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയിലേക്കാണ്. ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം അദ്നാനിയാണ്. ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഭാര്യ ജുർഹും ഗോത്രകാരിയാണ്. ജുർഹും ഗോത്രം യമൻ ഗോത്രമാണ്. അവർ കഹ്താനികളാണ്. ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം അദ്നാനിയാണ്, അറബ് മുസ്താരിബയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ കഹ്താനിയത്താണ്. കഹ്താനിയത്ത് അറബ് ആരിബയാണ്, ഒറിജിനൽ അറബിയാണ്. ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സന്താന പരമ്പര അവർ അദ്നാനികളുടെയും കഹ്താനികളുടെയും കൂട്ടാണ്. എന്ന് പറഞ്ഞാൽ അദ്നാനിയും ഭാര്യ കഹ്താനിയത്തും. അങ്ങനെ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സന്താന പരമ്പരയിലാണ് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭൂജാതനാകുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിതൃ പരമ്പര നോക്കുമ്പോൾ അദ്നാനിയാണ്. ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഭാര്യ ജുർഹും ഗോത്രക്കാരി എന്നതിനാൽ കഹ്താനിയത്തുമായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്തുണ്ട്? ആ നിലക്ക് ബന്ധമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃ പരമ്പര നമ്മൾ അന്വേഷിക്കുമ്പോൾ, പഠിക്കുമ്പോൾ അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുതൽ അദ്നാൻ വരെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃ പരമ്പര അത് കൃത്യമാണ്. അതിൽ ചരിത്രത്തിൽ സംശയമൊന്നുമില്ല.
എന്നാൽ അദ്നാൻ മുതൽ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം വരെയുള്ള പിതൃപരമ്പരയിൽ ചരിത്രകാരന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇസ്മായിൽ മുതൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം വരെയുള്ള പരമ്പരയിലും ചരിത്രകാരന്മാർക്കിടയിൽ ഏറെ അഭിപ്രായ വ്യത്യാസം ഉണ്ട്. എന്നാൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത പിതൃപരമ്പര അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽ അദ്നാൻ വരെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാക്കളാണ്. അബ്ദുള്ള, അബ്ദുൽ മുത്തലിബ്, ഹാഷിം, അബ്ദു മനാഫ്, ഖുസയ്യ്, കിലാബ്, മുറത്ത്, കഅബ്, ലുഐ, ഗാലിബ്, ഫിഹ്ർ, മാലിക്, നദർ, കിനാനത്ത്, ഖുസൈമത്ത്, മുദിരിക്കത്ത്, മഅദ്, അദി അല്ലെങ്കിൽ അദ്നാൻ. ഇവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃപരമ്പരയിൽ ചരിത്രത്തിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിധം അറിയപ്പെട്ട പിതാക്കന്മാർ. ഈ പിതാക്കന്മാരുടെ വിഷയത്തിൽ ചില ചരിത്രങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. അതിൽ ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃപരമ്പരയിൽ ഖുസൈ പിതൃപരമ്പരയിൽ ഏറ്റവും പ്രസിദ്ധനാണ്, പ്രമുഖനാണ്. എന്തുകൊണ്ട്? ഈ ഖുസൈയാണ് ഛിന്ന ഭിന്നമായി കിടന്നിരുന്ന അറേബ്യൻ ഗോത്രങ്ങളെ ഏകീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഖുസൈന് ചരിത്രത്തിൽ മുജ്മിഅ്, ഏകോപിച്ചവൻ എന്ന സ്ഥാനപ്പേരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃപരമ്പരയിൽ മറ്റൊരു നാമമാണ് ഫിഹിർ. ഫിഹിർ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ഒറിജിനൽ പേര് അതാണ്. പക്ഷെ പ്രസിദ്ധമായ പേര് ഖുറൈശാണ്. ഫിഹിർ അദ്ദേഹത്തിന്റെ സ്ഥാനപ്പേര് ഖുറൈശാണ്. അറേബ്യൻ ഗോത്രക്കാർക്കിടയിൽ ഫിഹിർ വളരെ പ്രസിദ്ധനായിരുന്നു. അദ്ദേഹം വളരെ സമർത്ഥനും അറബികളിൽ അദ്ദേഹത്തിന് നല്ല സ്വാധീനവും ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ആളുകൾ ആദരിക്കുകയും ഭീതിപ്പെടുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഫിഹിറിന് ഖുറൈശ് എന്ന പേര് തന്നെ ചരിത്രത്തിൽ വന്നത്. ഖുറൈശി ഗോത്രം പിൽക്കാലത്ത് തങ്ങളുടെ ഗോത്ര പേര് സ്വീകരിച്ചത് ഈ ഫിഹിറിന്റെ സ്ഥാനപ്പേരിൽ നിന്നാണ്, ഖുറൈശിൽ നിന്നാണ്. റസൂലുള്ളാഹിന്റെ പിതാക്കന്മാരിൽ ഫിഹിറിന്റെ സ്ഥാനപ്പേര് ഖുറൈശ്. ആ ഫിഹിറിനുള്ള സ്ഥാനം കാരണത്താൽ അവരുടെ പ്രപിതാവിന്റെ സ്ഥാനപ്പേര് ഇവർ ഗോത്രത്തിന് പേരായിട്ട് സ്വീകരിച്ചു. കാരണം ഫിഹിർ അത്രമാത്രം സ്വാധീനമുള്ള വ്യക്തിയാണ്. ഖുറൈശ് എന്ന് പറഞ്ഞാൽ ഒരു മത്സ്യത്തിന്റെ പേരാണ്. ഖുറൈശ് നമ്മൾ കിർഷ് എന്ന് പറയും, മാർക്കറ്റിൽ ചെന്നാൽ കിർഷ് എന്ന് പറയും. അതിന്റെ തസ്ഗീറാണ് ഖുറൈശ്. അതുകൊണ്ടാണ് ഇബ്നു ഹജർ പറഞ്ഞത്, ഖുറൈശുൻ ഹിയല്ലതി തസ്കുനുൽ ബഹ്റ ലിദാ സുമ്മിയത് ഖുറൈശുൻ ഖുറൈശ. ഖുറൈശ് സമുദ്രത്തിലെ ഒരു മത്സ്യമാണ്. ആ മത്സ്യത്തിന്റെ സ്വഭാവമുള്ളത് കൊണ്ടാണ് ഖുറൈശിന് ഖുറൈശ് എന്ന് പേരിട്ടത്. എന്താ ഖുറൈശ് മത്സ്യത്തിന്റെ പ്രത്യേകത? തഅകുലുൽ ഗസ്സ വസ്സമീന വലാ തത്റുക് ലിദി ജനാഹൈനിരീശ. ഖുറൈശ് മത്സ്യം ഉണ്ടല്ലോ, അത് തടിച്ചതും മെലിഞ്ഞതൊക്കെ തിന്നും. അതിന് എല്ലാം നിസാരാണ്. അങ്ങനെ എല്ലാത്തിനും കീഴ്പ്പെടുത്തുന്ന സ്വഭാവമാണ് ഖുറൈശ് മത്സ്യത്തിനുള്ളത്. ആ പ്രത്യേകത ഖുറൈശ് ഗോത്രത്തിനുള്ളത് കാരണത്താൽ അവർക്ക് ഖുറൈശ് എന്ന് പേരിട്ട്. ഫിഹിറിന് അങ്ങനെ മേധാവിത്വ പ്രത്യേകത ഉള്ളത് കൊണ്ട് അയാൾക്കും ആ സ്ഥാനപ്പേര് ചരിത്രത്തിൽ വന്നു, ഖുറൈശ്. ആ സ്ഥാനപ്പേര് പിന്നീട് ഖുറൈശികൾ തങ്ങൾക്ക് സ്വീകരിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാക്കളിൽ ഖുസൈ, ഫിഹിർ, പിന്നെ ഒരു പേരാണ് ഹാഷിം. ഹാഷിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പ അബ്ദുള്ള, അബ്ദുള്ളയുടെ ഉപ്പ അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിന്റെ വാപ്പയാണ് ഹാഷിം. ഹാഷിമിന്റെ പേര് യഥാർത്ഥത്തിൽ അമ്രാണ്. അമ്രാണ് യഥാർത്ഥ പേര്. ഹാഷിം എന്നുള്ളത് വിളിപ്പേരാണ്. ഹാഷിം എന്ന പേര് അമ്രിന് ചരിത്രം നൽകാൻ കാരണം ഈ ഹാഷിം വളരെ വലിയ ദാനസ്വഭാവമുള്ള വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ മക്കയിൽ ജാഹിലിയത്തിൽ ആളുകൾ ഹജ്ജിന് വന്നാൽ ഈ അമ്ര ഹാജിമാരെ വിളിച്ചുകൂട്ടി അവർക്ക് റൊട്ടി, അതേപോലെ തന്നെ മാംസം, ഇതൊക്കെ കൂട്ടി ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുമായിരുന്നു. റൊട്ടി പൊടിച്ച് മാംസം വേവിച്ച് അത് കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഹാജിമാരെ വിരുന്നൂട്ടുമായിരുന്നു. അതുകൊണ്ടാണ് ഹാഷിം എന്ന വിളിപ്പേര് അമ്രിനുണ്ടായത്. അബ്ദു മനാഫിന് 4 മക്കൾ, ഹാഷിമിന്റെ വാപ്പാക്ക്. അത് നൗഫൽ, മുത്തലിബ്, അബ്ദു ഷംസ്, ഹാഷിം.
ഈ ഹാഷിം, അതാണ് അംബ്ര നാം പറഞ്ഞത്, അംബ്രിന് ഹാഷിം എന്ന് പേര് കിട്ടാനുള്ള ചരിത്രമാണ് ഞാൻ പറഞ്ഞത്. ഈ ഹാഷിം ഒരു കച്ചവടക്കാരൻ കൂടിയായിരുന്നു. മക്കയിൽ നിന്ന് സിറിയയിലേക്കുള്ള ഒരു കച്ചവട സംഘത്തെ നയിച്ചുകൊണ്ട് ഹാഷിം അന്ന് പുറപ്പെട്ട് മദീനയിൽ, അന്ന് മദീനയ്ക്ക് യസ്രീബ് എന്നാണ് പേര്, മദീനയിൽ വെച്ച് ബനൂ നജ്ജാർ ഗോത്രക്കാരിൽ നിന്ന് സൽമ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കല്യാണം കഴിച്ച് ഹാഷിം, അന്നത്തെ യസ്രീബിൽ വെച്ച്, അത് ഇന്നത്തെ മദീന. അങ്ങനെ കല്യാണം സൽമയുമായി കഴിച്ച് വീട് കൂടി ഹാഷിം തന്റെ യാത്ര തുടർത്തി. ആ യാത്രയിൽ ഹാഷിം സിറിയയിൽ വെച്ച് മരിച്ച്, മദീനയിൽ വെച്ച് കല്യാണം കഴിച്ച സൽമയിൽ ഹാഷിമിൽ നിന്ന് സൽമ അന്ന് ഗർഭിണിയാണ്. ഹാഷിം സിറിയയിൽ വെച്ച് മരിച്ച് സൽമ ഹാഷിമിന്റെ കുഞ്ഞിനെ പിന്നീട് യസ്രീബിൽ വെച്ച് മദീനയിൽ വെച്ച് പ്രസവിച്ച്. അന്ന് മദീനയ്ക്ക് യസ്രീബ് എന്നാണ് പറയാ, അവിടെ വെച്ച് പ്രസവിച്ച്. ആ കുഞ്ഞിന് അന്ന് സൽമ ഷൈബ എന്ന് പേരിട്ട്, ഷൈബത്തുൽ ഹമദ് എന്നും പറയും. ഹാഷിം മരണപ്പെടുന്നതിന് മുമ്പ് സഹോദരൻ മുത്തലിബിനെ, മക്കയിലുള്ള സഹോദരൻ മുത്തലിബിനെ തൻ്റെ കാലശേഷം തൻ്റെ കാര്യങ്ങൾ നോക്കി നടത്താനുള്ള ആളായിട്ട് നിശ്ചയിച്ചിരുന്നു. ഹാഷിം മരിച്ചു. ഹാഷിമിന് യസ്രീബിൽ ഒരു കുഞ്ഞുണ്ടായ വാർത്ത മക്കയിൽ വിവരം ലഭിച്ചു. അങ്ങനെ മുത്തലിബ് യസ്രീബിൽ വന്ന് ബനൂ നജ്ജാർ ഗോത്രക്കാരോട് സംസാരിച്ച് സൽമയിൽ നിന്ന് ഷൈബയെ, കുട്ടിയെ വാങ്ങി മക്കയിലേക്ക് കൊണ്ടുവരുമ്പോൾ തൻ്റെ കൂടെ നല്ല സുമുഖനായ ഒരു കുട്ടി വരികയാണ് മുത്തലിബിനോടൊപ്പം മക്കയിൽ. അപ്പം മക്കക്കാർ വിചാരിച്ചത് മുത്തലിബ് വാങ്ങിയ ഒരു അടിമയാണ് ഈ കുട്ടി എന്നാണ്. അവർക്കറിയില്ല മുത്തലിബിന്റെ സഹോദരൻ ഹാഷിമിന്റെ കുഞ്ഞാണിത് എന്ന്. അവർ അബ്ദുൽ മുത്തലിബ്, മുത്തലിബിന്റെ അടിമ, അബ്ദുൽ മുത്തലിബ്, മുത്തലിബിന്റെ അടിമ എന്ന് വിളിച്ച് അങ്ങനെ ഷൈബ അബ്ദുൽ മുത്തലിബ് എന്ന പേരിൽ പിന്നീട് പ്രസിദ്ധമായി. യഥാർത്ഥത്തിൽ അബ്ദുൽ മുത്തലിബ് അദ്ദേഹത്തിന്റെ പേര് ഷൈബ എന്നോ ഷൈബത്തുൽ ഹമദ് എന്നോ ആണ്. ഇവിടെ ഒരു മസല ഈ പേരുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്, അബ്ദു മനാഫിന്റെ 4 മക്കൾ, നൗഫല്, അബ്ദു ഷംസ്, അതേപോലെ മുത്തലിബ്, ഹാഷിം. ഇതിൽ അബ്ദു ഷംസും അബ്ദു നൗഫലും, അല്ലെങ്കിൽ ബനു നൗഫലും ബനു അബ്ദു ഷംസും അവരൊരു വിഭാഗവും, ബനുൽ മുത്തലിബും ബനു ഹാഷിമും മറ്റൊരു വിഭാഗമാണ്. ഇസ്ലാമികമായ ചില പരിഗണനയാൽ എന്താണ് ആ പരിഗണന? ആ പരിഗണന ഖൈബർ യുദ്ധവേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധാർജിത സ്വത്ത് ഓരിയാക്കാൻ തീരുമാനിച്ചു. അപ്പൊ നബി കുടുംബത്തിന് ഒരു പ്രത്യേക വിഹിതമുണ്ട്. ആ വിഹിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബനു ഹാഷിമിന് കൊടുത്ത്, ഒരു വിഹിതം ബനു മുത്തലിബിനും കൊടുത്ത്, ബനു ഹാഷിമിനും കൊടുത്ത്, ബനു മുത്തലിബിനും കൊടുത്ത്. അതേ ദർജയിലുള്ളവരാണ് ആര്? ബനു നൗഫലും ബനു അബ്ദു ഷംസും. കാരണം 4 ആളും അബ്ദു മനാഫിന്റെ മക്കളാണ്. അപ്പൊ ബനു നൗഫലിനെയും ബനു അബ്ദു ഷംസിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒഴിവാക്കിയപ്പോ ഉസ്മാൻ ബിൻ അഫ്ഫാനും ജുബൈർ ബിൻ മുത്തൈമും റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നു. അവർ രണ്ടാളും ഇസ്ലാം സ്വീകരിച്ചിന്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവും ജുബൈർ ബിൻ മുത്തൈമും റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നു. ഉസ്മാനും ജുബൈറും വരാൻ കാരണം അവർ ബനു അബ്ദു ഷംസിൽപ്പെട്ടതാണ്. അവർ ബനു അബ്ദു ഷംസിൽപ്പെട്ടവരാണ്. ബനു ഹാഷിമിലോ ബനുൽ മുത്തലിബിലോ പെട്ടവരല്ല. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ഉസ്മാനും ജുബൈറും പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, നിങ്ങൾ ഈ ഖൈബറിലെ യുദ്ധസ്വത്തിൽ ബനു ഹാഷിമിന് കൊടുത്ത്, അതിൽ പ്രശ്നമല്ല. കാരണം എന്താ? നിങ്ങൾ ബനു ഹാഷിമിൽപ്പെട്ടവരാണ്. ബനു ഹാഷിമിനെ നിങ്ങളാൽ അള്ളാഹു ശ്രേഷ്ഠപ്പെടുത്തി, അതിന് ഞങ്ങൾക്ക് പ്രശ്നമല്ല. പക്ഷെ നിങ്ങൾ ബനുൽ മുത്തലിബിനും കൊടുത്തല്ലോ. എന്തുകൊണ്ട് നിങ്ങൾ ബനുൽ മുത്തലിബിന് കൊടുത്തു? ബനു നൗഫലിനെയും ബനു അബ്ദു ഷംസിനെയും ഒഴിവാക്കി. ഒക്കെ ഒരേ ദർജക്കാരല്ലേ? 2 കുടുംബത്തെ നിങ്ങൾ ഒഴിവാക്കി, ഒരു കുടുംബത്തിന് നിങ്ങൾ എന്താണ് കൊടുത്തത് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ബനുൽ മുത്തലിബ് ജാഹിലിയത്തിലും ഇസ്ലാമിലും നമ്മളോട് വേർപെരിയാത്ത, അകന്നു നിൽക്കാത്ത കുടുംബമാണ്. അതുകൊണ്ടാണ് ബനുൽ മുത്തലിബിന് നൽകിയത് എന്ന് പറഞ്ഞു. അത് മനസ്സിലാക്കാൻ ഒരു ചരിത്രം കൂടി ഇതിനോടനുബന്ധിച്ച് മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബനുൽ മുത്തലിബ് ജാഹിലിയത്തിലും ഇസ്ലാമിലും നമ്മളെ വിട്ടു നിന്നിട്ടില്ല എന്ന് പറഞ്ഞത്? അത് പറയാൻ കാരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കയിലെ ദഅവത്തി കാലഘട്ടത്തിൽ
13 വർഷമാണ് മക്കയിലെ ദഅവത്ത്. അതിൽ 3 വർഷം രഹസ്യ പ്രബോധന കാലഘട്ടമാണ്, 10 വർഷം പരസ്യ പ്രബോധന കാലഘട്ടമാണ്. ഈ പരസ്യ പ്രബോധന കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മക്കയിലെ മുശ്രിക്കീങ്ങൾ, ഖുറൈശികൾ വിശിഷ്യ വളരെയധികം ദ്രോഹിച്ചിട്ടുണ്ട്. ആ ദ്രോഹങ്ങൾ പലതും മാനസികമായ ദ്രോഹങ്ങളാണ്, പലതും ശാരീരികമായ ദ്രോഹങ്ങളാണ്. പല ദ്രോഹങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വ്യക്തിപരമായി കൈകാര്യം ചെയ്യുന്നതാണ്, മാനസികമായും ശാരീരികമായും. പല ദ്രോഹങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിച്ച സഹാബികളെ പീഡിപ്പിച്ചുകൊണ്ടുള്ളതാണ്. ഈ ദ്രോഹങ്ങളിൽ ഏറ്റവും കടുത്ത ദ്രോഹം അത് മക്കയിൽ ഖുറൈശികൾ ഏർപ്പെടുത്തിയ നിസ്സഹകരണവും ഊരുവിലക്കുമായിരുന്നു. 3 വർഷകാലഘട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും നബി കുടുംബത്തെയും ഖുറൈശികൾ ഒഴിവാക്കി. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും കുടുംബത്തോടും നിസ്സഹകരണം പ്രഖ്യാപിച്ചു, ഊരുവിലക്ക് ഏർപ്പെടുത്തി. സംസാരിക്കാൻ പോലും അവർ കൂട്ടാക്കിയില്ല എന്നുള്ളത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കുടുംബത്തെയും ഖുറൈശികൾ അന്ന് ഷുഐബ് ബനി താലിബ് എന്ന മലഞ്ചെരുവിൽ ഉപരോധിച്ചു. അങ്ങനെ ആ മലഞ്ചെരുവിലായിരുന്നു നബി കുടുംബം താമസിച്ചിരുന്നത്. ഭക്ഷണം വിലക്കി, സംസാരിക്കുന്നത് പോലും ഖുറൈശികൾ വിലക്കി. അത് 1 വർഷമല്ല, 2 വർഷമല്ല, 3 വർഷം. ഈ ഊരവിലക്കും നിസ്സഹകരണവും ഖുറൈശികൾ രേഖപ്പെടുത്തിയിട്ട് അവർ കഅബയിൽ കെട്ടിത്തൂക്കി. കഅബയിൽ അത് അവർ സ്ഥാപിച്ചു. പൂർണ്ണമായ നിസ്സഹകരണം, ഭക്ഷണമല്ല, വെള്ളം, ഇതൊക്കെ വിലക്കി. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്ക കാലഘട്ടത്തിൽ പട്ടിണിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പച്ചില പറിച്ചു തിന്നിരുന്നു എന്നാണ്. ആടുകൾ കാഷ്ടിക്കുന്നത് പോലെ ഇല പറിച്ചു തിന്നതിനാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാഷ്ടിച്ചിരുന്നു എന്നാണ്. രാവിൽ കാലിൽ തടയുന്ന തോല് പെറുക്കിയെടുത്ത് അത് വെള്ളത്തിൽ കുതിർത്തിയിട്ട് അത് കടിച്ചു തിന്നിരുന്നു എന്നാണ്, വിശപ്പിന്റെ ആധിക്യം കാരണത്താൽ. അങ്ങനത്തെ ഊരുവിലക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും നബി കുടുംബത്തോടും ഖുറൈശികൾ പ്രഖ്യാപിച്ചത്. 3 വർഷ കാലഘട്ടം. ഈ ഊരുവിലക്കിൽ ഷുഐബ് ബനി താലിബ് എന്ന മലഞ്ചെരുവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ബനു ഹാഷിമിലെ മുസ്ലിമും കാഫിറും ഒന്നിച്ചു പങ്കെടുത്തു. അതേപോലെ ബനുൽ മുത്തലിബിലെ മുസ്ലിമും കാഫിറും ഒന്നിച്ചു പങ്കെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂറ് പ്രഖ്യാപിച്ചിട്ട് മുസ്ലിമീങ്ങളും കാഫിരീങ്ങളും ഒന്നിച്ച് അവരെന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം താമസിച്ച് അതിൽ പങ്കുകൊണ്ട് അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സഹാബത്തിന്റെയും ഈ ദയനീയ സ്ഥിതി മനസ്സിലാക്കിയിട്ട് നബിയോടൊപ്പം നിൽക്കാത്തവരാണ് ആര്? ബനു അബ്ദിഷംസും ബനു നൗഫലും. എന്ന് മാത്രമല്ല, അവർ ഖുറൈശികളോടൊപ്പം നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരിലുള്ള ഈ ഊരുവിലക്കിൽ, നിസ്സഹകരണത്തിൽ അവർ ഖുറൈശികളെ സഹായിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഖൈബർ യുദ്ധാനന്തരം യുദ്ധാർജിത സ്വത്ത് ഓരിവെച്ചപ്പോൾ ബനു ഹാഷിമിന് കൊടുത്ത് ഹാഷിം സന്തതികൾക്ക്, ബനുൽ മുത്തലിബിന് നൽകി മുത്തലിബ് സന്തതികൾക്ക്, അബ്ദുഷംസിന്റെ സന്തതികൾക്കും നൗഫലിന്റെ സന്തതികൾക്കും കൊടുത്തില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുത്തലിബിന്റെ സന്തതികൾക്ക് നിങ്ങൾ എന്തുകൊണ്ട് കൊടുത്തു എന്ന് ഉസ്മാൻ ബിൻ അഫ്ഫാനും ജുബൈർ ബിൻ മുത്തൈമും ചോദിച്ചപ്പോൾ, ജാഹിലിയത്തിലും ഇസ്ലാമിലും ഞങ്ങളെ പിരിഞ്ഞു നിൽക്കാത്തവരാണ് ബനുൽ മുത്തലിബ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ടാണ് ഫുഖഹാക്കൾ അഹ്ലുൽ ബൈത്തിൽ, നബി കുടുംബത്തിൽ, ബനു ഹാഷിമിൽപ്പെട്ടവരൊക്കെ നബി കുടുംബത്തിൽപ്പെട്ടവരാണ്, അവരിലെ മുസ്ലിമീങ്ങൾ. അതേപോലെ ബനുൽ മുത്തലിബിൽപ്പെട്ടവരും നബി കുടുംബത്തിൽ അഹ്ലുൽ ബൈത്തിൽപ്പെട്ടവരാണ് എന്ന് ഈ പറയുന്നത്. അവർക്ക് അതിനുള്ള തെളിവ് ഈ ഒരു ചരിത്രമാണ്, ഈ ഒരു സംഭവമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നസബ്, പിതൃപരമ്പര നമ്മൾ നോക്കുമ്പോൾ ആ പിതൃപരമ്പരയിലെ പേരുകളാണ് നമ്മൾ കേട്ടത്. അതിൽ ചില പേരുകൾ അത് പ്രത്യേകം പ്രസ്താവ്യമാണ്. അതിൽപ്പെട്ടതാണ് ഖുസൈ, പിന്നൊന്ന് ഫിഹിർ, പിന്നൊന്ന് ഹാഷിം. അതേപോലെ ഹാഷിമിന്റെ പിതാവായ അബ്ദു മനാഫ്. ഹാഷിം അദ്ദേഹത്തിന്റെ വിളിപ്പേരാണ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് അംർ എന്നാണ്. ഹാഷിമുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. ഇവിടെ ഒരു വിഷയം കൂടി മനസ്സിലാക്കാനുണ്ട്. അതെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുനൈൻ യുദ്ധവേളയിൽ ഇപ്രകാരം പ്രഖ്യാപിച്ചു,
അനൻ നബിയ്യു ലാ കദിബ് അന ഇബ്നു അബ്ദുൽ മുത്തലിബ്. ഹുനൈൻ യുദ്ധവേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഏറെ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അന്ന് പുതുതായി ഇസ്ലാമിലേക്ക് വന്നവർ യുദ്ധത്തിലുണ്ടായിരുന്നു. അവർ യുദ്ധക്കളത്തിൽ നിന്ന് തിരിഞ്ഞോടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനൻ നബിയ്യു ലാ കദിബ്, ഞാൻ പ്രവാചകനാണ്, അത് കളവല്ല, അന ഇബ്നു അബ്ദുൽ മുത്തലിബ്, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മകനാണ് എന്ന് പറഞ്ഞിട്ടാണ് റസൂൽ എന്ത് ചെയ്തത്? ഊറ്റം കൊണ്ടത്, അഭിമാനം കൊണ്ടത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മകനാണ് എന്ന് പറഞ്ഞിട്ട് ഊറ്റം കൊള്ളാറുണ്ടായിരുന്നു. ആ പേരിൽ റസൂലുള്ള പ്രസിദ്ധനുമാണ്. ഒരു ആറാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിലേക്ക് വന്ന്, അങ്ങനെ പള്ളിയിൽ വന്നിട്ട് അയാൾ ആറാബിയാണ്, ആളുകളോട് ചോദിക്കുകയാണ്, പള്ളിയിൽ കണ്ടവരോട് ചോദിക്കുകയാണ്, അബ്ദുൽ മുത്തലിബിന്റെ മകൻ എവിടെയെന്ന്. അബ്ദുൽ മുത്തലിബിന്റെ മകൻ എന്ന് പറഞ്ഞാൽ ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ദുൽ മുത്തലിബിന്റെ പേരക്കുട്ടിയാണ്, മകനല്ല. പക്ഷേ അബ്ദുൽ മുത്തലിബിന്റെ മകൻ എന്ന പേരിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിഞ്ഞിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറയുന്നതിൽ അഭിമാനം കൊണ്ടിരുന്നു. കാരണം അബ്ദുൽ മുത്തലിബിന് ചരിത്രത്തിലുള്ള സ്ഥാനമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രപിതാവായ അബ്ദുൽ മുത്തലിബ്, അദ്ദേഹത്തിന്റെ പേര് നമ്മൾ പറഞ്ഞു ഷെയ്ബയാണ്, അല്ലെങ്കിൽ ഷെയ്ബത്തുൽ ഹമദാണ്. അബ്ദുൽ മുത്തലിബ് എന്നുള്ളത് അദ്ദേഹത്തിന് വിളിപ്പേരാണ്. അബ്ദുൽ മുത്തലിബ് വളരെയധികം സ്ഥാനമാനങ്ങളുള്ള ഒരു വ്യക്തിത്വമായിരുന്നു ആ കാലഘട്ടങ്ങളിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃപരമ്പരയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അതിൽ ചില വ്യക്തിത്വങ്ങളെ കുറിച്ചുമാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കിയത്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതാവ്, അവരുടെ പരമ്പരയുടെ പ്രത്യേകത, ഇത് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മ ആമിന ബിൻത്ത് വഹബാണ്. അവർ ബനു സഹറ ഗോത്രക്കാരിയാണ്. ആമിന ബിൻത്ത് വഹബ് ബനു സഹറ ഗോത്രക്കാരിയാകുമ്പോൾ അവരുടെ പിതൃപരമ്പരയിൽ സഹറ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. സഹറ, ഈ സഹറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃപരമ്പരയിൽപ്പെട്ട കിലമുറയുടെ മകനാണ്. കിലാബ് ഇബ്നു മുറയുടെ മകനാണ്. റസൂലുള്ളാഹിന്റെ പിതൃപരമ്പരയെ നമ്മൾ എണ്ണുമ്പോൾ അബ്ദുള്ള, അബ്ദുൽ മുത്തലിബ്, ഹാഷിം, അബ്ദു മനാഫ്, ഖുസൈ, കിലാബ്. ഈ കിലാബിന് ഖുസൈ എന്ന മകനുണ്ട്. ആ മകനിലൂടെയാണ് പിന്നെ റസൂലുള്ളാഹിന്റെ പിതൃപരമ്പര വരുന്നത്. കിലാബിന് സഹറ എന്ന് പറയുന്ന ഒരു മകനുണ്ട്. ആ മകനിലൂടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മാന്റെ പിതൃപരമ്പര വരുന്നത്. അപ്പൊ കിലാബിന്റെ രണ്ട് മക്കൾ ഖുസൈ, സഹറ. ഈ സഹറയുടെ സന്താന പരമ്പരയിലാണ് ആമിന ബിൻത്ത് വഹബ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മായുടെ മാർഗേണയുള്ള പിതാക്കന്മാരും റസൂലുള്ളാഹിന്റെ ഉപ്പയുടെ മാർഗേണയുള്ള പിതാക്കന്മാരും കിലാബ് ബിൻ മുറയിലാണ് യോജിക്കുന്നത്. എല്ലാവരും അദ്നാനികളാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മ മാർഗേണയുള്ള, ഉപ്പ മാർഗേണയുള്ള പിതാക്കന്മാരുടെ എല്ലാം പിതൃപരമ്പര ചെന്നെത്തുന്നത് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയിലാണ് എന്നാണ് ഇതിലൂടെ നാം അതിൽ മനസ്സിലാക്കേണ്ടത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമ്മാവന്മാരാണ് ബനു സഹറ ഗോത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമ്മാവന്മാരാണ് ബനു സഹറ ഗോത്രം, ഉമ്മാന്റെ കൂട്ടക്കാര്. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു തആലാന്റെ ചരിത്രത്തിൽ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ ഉമ്മയുടെ ഗോത്രമായ ബനു സഹറ ഗോത്രക്കാരനാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഅദ് ബിൻ അബി വഖാസിനെ കാണുമ്പോൾ വലിയ ഊറ്റം കൊണ്ടിരുന്നു എന്നാണ്, അഭിമാനം കൊണ്ടിരുന്നു എന്നാണ്. ഉഹദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു അമ്പെടുത്തിട്ട് അത് സഅദിന് നൽകി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഅദ് ബിൻ അബി വഖാസിനോട് പറഞ്ഞത് ഫിദാക അബി വ ഉമ്മി ഇർമി. ഫിദാക അബി വ ഉമ്മി എന്നുള്ളൊരു പ്രയോഗമാണ്. എൻ്റെ വാപ്പയെയും ഉമ്മയെയും നിങ്ങൾക്ക് പകരമായി ഞാൻ പ്രായശ്ചിത്തം നൽകുന്നു എന്ന് പറഞ്ഞാൽ ഒരാളോടുള്ള ഊറ്റവും അഭിമാനവും അതിനെ തുടർന്നുള്ളൊരു പ്രയോഗമാണത്. എന്നിട്ട് റസൂലുള്ള ഒരു അമ്പെടുത്തിട്ട് സഅദിനോട് പറഞ്ഞു അമ്പയ്യാന്. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, സഅദ് എൻ്റെ അമ്മാവനാണ്, ഖാലാണ്, നിങ്ങൾക്കൊക്കെ അമ്മാവന്മാരുണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു തരും എന്ന് പറഞ്ഞ്. അതിന്റെ അർത്ഥം എന്താ? ആർക്കും അമ്മാവന്മാരില്ല എന്നുള്ള അർത്ഥത്തിലല്ല. പിന്നെയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ സന്തോഷം പറയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് സഅദ് ബിൻ അബി വഖാസ്, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബികളിൽ ഒരാളാണ് സഅദ്. ആ സഅദ് ബിൻ അബി വഖാസ്
അദ്ദേഹം ബനു സഹറ ഗോത്രക്കാരനായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമ്മാവന്മാരിൽപ്പെട്ട ഒരാളായിട്ടാണ് അദ്ദേഹം ചരിത്രത്തിൽ ഗണിക്കപ്പെടുന്നത്. ഇതേപോലെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് പ്രസിദ്ധനാണ്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബികളിൽ ഒരാളാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്. ഈ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹവും ബനു സഹറ ഗോത്രക്കാരനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഖ്വാലിൽ അമ്മാവന്മാരിൽ ഒരാളായിട്ടാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫും ചരിത്രത്തിൽ പ്രസിദ്ധനായിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നസബാണ് നമ്മളിവിടെ മനസ്സിലാക്കിയത്. ഇതിലൊരു അനുബന്ധ മസ്അല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതാപിതാക്കളാണ്. പിതാവ് അബ്ദുള്ളയാണ്, മാതാവ് ആമിന ബിന്ത് വഹബാണ്. റസൂലുള്ളാഹിന്റെ ഉപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭൂജാതനാകുന്നതിന് മുമ്പ് ഇഹലോകവാസം വെടിഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭൂജാതനാകുന്നതിന്റെ മാസങ്ങൾക്ക് മുമ്പ് പിതാവ് അബ്ദുള്ള അന്നത്തെ ഖുറൈശി യുവാക്കളുടെ പതിവനുസരിച്ച് ഒരു കച്ചവട സംഘത്തെ നയിച്ചു മക്കയിൽ നിന്ന് സിറിയയിലേക്ക്. ഈ സിറിയയിലേക്കുള്ള യാത്രാമധ്യേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമ്മാവന്മാരുടെ നാടായ ഇന്നത്തെ മദീന, അന്നത്തെ യസ്രിബിൽ ബനു നജ്ജാർ ഗോത്രക്കാരുടെ അടുക്കൽ അദ്ദേഹം രോഗിയായി മാറി. അങ്ങനെ ബനു നജ്ജാർ ഗോത്രക്കാരുടെ അടുക്കൽ വെച്ച് റസൂലുള്ളാഹിന്റെ വാപ്പ അബ്ദുള്ള മരണപ്പെട്ടു. നാബിഗത്തുൽ റുബിയാനിയുടെ വീട്ടിൽ, അവിടെയാണ് ബനു നജ്ജാർ ഗോത്രക്കാരിൽ അബ്ദുള്ള മറമാടപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മ ആമിന ബിന്ത് വഹബ്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനത്തിന് ശേഷവും അവർ റസൂലുള്ളാഹിന്റെ 6 വയസ്സ് വരെ ജീവിച്ചിട്ടുണ്ട്. ആമിന ബിന്ത് വഹബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 6 വയസ്സുള്ള കുട്ടിയായിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വളർത്തുമ്മയായ ആയയായ ഉമ്മു ഐമൻ എന്ന ബറക്കയോടൊപ്പം ബനു നജ്ജാർ ഗോത്രക്കാരുടെ അടുക്കലേക്ക് പോയി, യസ്രിബിലേക്ക് പോയി മക്കയിൽ നിന്ന്. അങ്ങനെ യസ്രിബിലെത്തി ഭർത്താവിന്റെ കബറിടം കണ്ട് ബനു നജ്ജാർ ഗോത്രക്കാരെ സന്ദർശിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കൊണ്ട് ആമിന ബിന്ത് വഹബ് മടങ്ങുമ്പോൾ മദീനക്കടുത്തുള്ള അബവ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ആമിന ബിന്ത് വഹബ് ഒരു ദീനത്തിനടിപ്പെടുകയും അവർ രോഗിയായി അവർ മരണപ്പെടുകയും ഉണ്ടായി. അങ്ങനെ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദുനിയാവിൽ തീർത്തും തൻ്റെ 6ാമത്തെ വയസ്സിൽ അനാഥനായി മാറുകയാണ് ഉണ്ടായത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭൂജാതനായതും അദ്ദേഹത്തിൻ്റെ തിരുനബിയുടെ ബാല്യവും ഇൻഷാ അല്ലാഹ് നമ്മുടെ നാളത്തെ വിഷയമാണ്. ഒരു മസ്അല ഇവിടെ തുടർന്ന് നമ്മൾ മനസ്സിലാക്കാനുള്ളത്, റസൂലുള്ളാഹിന്റെ വാപ്പയും ഉമ്മയും അവരുടെ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ, പ്രത്യേകിച്ച് ഷാഫിഈ മദ്ഹബിലെ പണ്ഡിതന്മാർക്കിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസം നിലവിലുണ്ട്. ഇമാം അൽ ഹാഫിദ് സുയൂത്തി ഖുർറത്തുൽ ഐനൈൻ ഫീ നജാത്തിൽ അബവൈൻ എന്ന ഒരു ലഘു കൃതി ക്രോഡീകരിച്ചിട്ടുണ്ട്. ഖുർറത്തുൽ ഐനൈൻ ഫീ നജാത്തിൽ അബവൈൻ, റസൂലുള്ളാഹിന്റെ മാതാപിതാക്കൾ രക്ഷപ്പെട്ടു എന്ന വിഷയം സ്ഥിരീകരിച്ചുകൊണ്ടാണ് സുയൂത്തിയുടെ ആ ഗ്രന്ഥരചന. അതിൽ അദ്ദേഹം പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതാപിതാക്കൾ അവർ രക്ഷപ്പെട്ടവരാണ് എന്നുള്ളതാണ്. എന്നാൽ മറ്റു ചില പണ്ഡിതന്മാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതാപിതാക്കൾ അവർ രക്ഷപ്പെട്ടവരാണോ അതല്ല ശിക്ഷാർഹരാണോ എന്നത് വിധിക്കാതെ തവഖുഫിലാണ്, ഒരഭിപ്രായ പ്രകടനം പറയാതെ അവർ ആ വിഷയത്തിൽ മൗനം പാലിക്കുകയാണ് ചെയ്തത്. അതിനവർ പറഞ്ഞ കാരണം, ഇവിടെ വിഷയം നമ്മൾ ഒരു ഇൽമിയായ പ്രതിപാദനം മാത്രമാണ്, പണ്ഡിതന്മാർ പറഞ്ഞതെടുത്ത് ഉദ്ധരിക്കുക മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. സുയൂത്തിയുടെ നിലപാട് അത് നമ്മൾ മനസ്സിലാക്കി. എന്നാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതാപിതാക്കൾ അവർ നുബൂവത്ത് കാലഘട്ടത്തെ കണ്ടുമുട്ടാത്തവരാണ്. റസൂലുള്ളാഹിന്റെ റിസാലത്തെത്തി, അതിനെ തള്ളിയാൽ കാഫിറാണ്, സ്വീകരിച്ചാൽ മുസ്ലിമാണ്. തള്ളാനും കൊള്ളാനും നുബൂവത്തിന്റെയും റിസാലത്തിന്റെയും കാലഘട്ടത്തെ അഭിമുഖീകരിക്കാത്തവരാണ് റസൂലുള്ളാഹിന്റെ ഉപ്പയും ഉമ്മയും. അതുകൊണ്ട് അവർക്ക് അഹ്ലുൽ ഫിത്രയുടെ ഹുക്കുമാണുള്ളത്. അതുകൊണ്ട് അവർ റിസാലത്തിനെ തള്ളിയിട്ടുണ്ടോ? തള്ളിയിട്ടില്ല. കൊണ്ടിട്ടുണ്ടോ? കൊണ്ടിട്ടില്ല. കാരണം അവർ ജീവിച്ചിട്ടില്ല. അതുകൊണ്ട് കാഫിർ എന്നോ മുസ്ലിം എന്നോ വിധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഒരു വിധി പറയാതെ മൗനം പാലിച്ചവരാണ് പണ്ഡിതന്മാരിൽ ഒരു വിഭാഗം ആളുകൾ. എന്നാൽ മറ്റു ചില പണ്ഡിതന്മാർ ചില പ്രമാണവചനങ്ങളെ മുന്നിൽ വെച്ച് അവർ മുസ്ലിമീങ്ങളല്ല എന്ന് വിധിച്ചവരാണ്. ഇമാം മുസ്ലിം സഹീഹ് മുസ്ലിമിൽ
ബാബു ബയാനി അന്ന മൻ മാത അലൽ കുഫ്രി ഫഹുവ ഫിന്നാർ വലാ തനാലുഹു ശഫാഅ വലാ തൻഫഉഹു ഖറാബത്തുൽ മുഖറബീൻ. കുഫറിൽ മരിച്ചവർ നരകത്തിലാണ്, അവർക്ക് ശുപാർശ ലഭിക്കുകയില്ല, ശഫാഅത്ത് ലഭിക്കുകയില്ല, സാമീപ്യം സിദ്ധിച്ചവരുടെ സാമീപ്യം അവർക്ക് ഉപകരിക്കുകയില്ല എന്നർത്ഥം വരുന്ന അധ്യായത്തിൽ ഇമാം മുസ്ലിം സഹീഹ് മുസ്ലിമിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് കൊടുത്തിട്ടുണ്ട്. അനസിൽ നിന്ന് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ആ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വ്യക്തിയോട് പറഞ്ഞു, ഇന്ന അബീ വ അബാക ഫിന്നാർ, എന്റെ വാപ്പയും നിന്റെ വാപ്പയും നരകത്തിലാണ്. ഈ ഹദീസ് ഇമാം മുസ്ലിം സഹീഹിൽ കൊടുത്തിട്ട് അതിന് കൊടുത്ത അധ്യായം കുഫറിൽ മരിക്കുന്നവർ നരകത്തിലാണ്, അവർക്ക് ശഫാഅത്ത് ഉപകരിക്കൂല, അള്ളാഹുവിങ്കൽ സാമീപ്യം സിദ്ധിച്ചവരുടെ സാമീപ്യവും അവർക്ക് ഉപകരിക്കൂല എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതാവിന്റെ വിഷയത്തിൽ വന്ന ഒരു അസർ ഇമാം മുസ്ലിം സഹീഹിൽ കൊടുത്തിട്ടുണ്ട്. ചരിത്ര സംഭവം അൽ ബിദായ വന്നിഹായിൽ ഇമാം ഹാഫിദ് ഇബ്നു കസീറും കൊടുത്തിട്ടുണ്ട്. അതെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു യാത്രയിൽ, മക്കം ഫതഹിന്റെ യാത്രയിൽ ഒരിടത്ത് ചെന്ന് കരയാൻ തുടങ്ങി. സഹാബത്തിനോടൊപ്പമുള്ള യാത്രയിൽ തിരുനബി ഏറെ കരഞ്ഞു. ആ കരച്ചിൽ കണ്ട് സഹാബികളും കരഞ്ഞു. ഉമർ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇത് എന്റെ മാതാവിന്റെ ഖബറിനാണ്, ഈ ഖബർ സിയാറത്ത് ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹു അനുവദിച്ചു. എന്റെ മാതാവിന് ഇസ്തിഗ്ഫാർ, പാപമോചനം നടത്തട്ടെ എന്ന് അനുവാദം ചോദിച്ചപ്പോൾ അള്ളാഹു വിരോധിച്ചു. എന്റെ ഉമ്മ എന്നോട് കാണിച്ച ആർദ്രതയിൽ, അലിവിൽ മനസ്സോർത്താണ് ഞാൻ കരയുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ബിദായയിലെ റിപ്പോർട്ടിൽ കാണാം, അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരഞ്ഞത്ര ജീവിത നാളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരഞ്ഞിട്ടില്ല എന്നാണ്. മാത്രമല്ല, തിരുനബിയുടെ കരച്ചിൽ കണ്ട് സഹാബത്തും വളരെയധികം കരയുകയുണ്ടായി എന്നാണ് ആ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഷാഫിഈ മദ്ഹബിലെ പ്രമുഖ പണ്ഡിതൻ ഇമാമുൻ നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഇമാം മുസ്ലിമിന്റെ ഈ ഹദീസ് കൊടുത്തതിന് ശേഷം മുശ്രിക്കുകളുടെ ഖബറുകൾ മുസ്ലിമീങ്ങൾക്ക് സിയാർത്ത് ചെയ്യാം എന്നതിന് ഈ സംഭവം തെളിവാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതാപിതാക്കളുടെ വിഷയത്തിൽ ഇമാം സുയൂത്തി, അൽ ഹാഫിള് സുയൂത്തി വെച്ച് പുലർത്തിയ നിലപാടോ അഭിപ്രായമോ അല്ല വെച്ച് പുലർത്തിയിട്ടുള്ളത്. ഹാഫിള് സുയൂത്തി അവർ മുസ്ലിമീങ്ങളാണെന്ന് വിധിച്ചപ്പോൾ ഇമാമുൻ നവവി അവർ മുസ്ലിമീങ്ങളായിട്ടില്ല, അവർ മുശ്രിക്കുകളാണ് എന്ന വിധിയിലും ഹുക്കമിലുമാണ് ഉള്ളത്. മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ ഇവർ അഹ്ലുൽ ഫിത്രയിൽപ്പെട്ടവരാണ്, റിസാലത്തിന്റെയോ നബുവത്തിന്റെയോ കാലഘട്ടത്തെ അവർ കണ്ടുമുട്ടിയിട്ടില്ലാത്തവരാണ്, അതുകൊണ്ട് ആ വിഷയത്തിൽ ഒരു വിധിക്ക് ഞങ്ങളില്ല എന്നുള്ള പക്ഷക്കാരാണ്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നസബയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കിയത്. ഇൻഷാ അല്ലാഹ് നാളത്തെ ക്ലാസ്സിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനവും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബാല്യവും അതുമായി ബന്ധപ്പെട്ട ചില ചരിത്രങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ പ്രീതിയും തൃപ്തിയും അള്ളാഹു നമ്മളിൽ കനിയുമാറാവട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.